എനിക്ക് കഴിയല്ലേ, എനിക്ക് കഴിയല്ലേ. ഞാൻ ഇത് പെണ്ണിന്റെ ഫോട്ടോ ഒന്നും ഞാൻ വെക്കുന്നത് ചെറിയൊരു പൈതലിനും എടുത്തിട്ട് കടലിന്റെ അരിയത്ത് പോയിട്ട് ഒരു പെണ്ണ് പറഞ്ഞതാ, എന്തെന്നാ അൽജീരിയായിട്ട് ജയിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എനിക്ക് കളിൻ്റെ നിനക്കറിഞ്ഞൂടെ. ഞാൻ കളി കാണലുമില്ല, ഞാൻ കളി കണ്ടിട്ടുമില്ല. ഈ കണ്ട കാലം വരെ, ഈ പ്രായത്തിൽ വരെ ഞാൻ എൻ്റെ കളി ഞാൻ കാണലില്ല. എനിക്കത് ഇഷ്ടമുള്ള അങ്ങനെയല്ല. ആ പെണ്ണ് പറയുന്നിടത്തേക്ക് ഞാൻ അർജന്റീന ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ കടലിൽ തുള്ളിയിട്ട് ചാവുന്നോ. അയ്യോ കുറെ ആൾക്കാർ പറയുന്നുണ്ട്, പെണ്ണുങ്ങളും ആണുങ്ങളും പറയുന്നത് മുട്ട പഠിക്കും. എന്തെന്നാ ഇതിന്റെ കോലം എന്നുള്ളൊരു പിടുത്തവും കിട്ടില്ല. ദുനിയാവ് എവിടെയാണ് നമ്മൾ ഈ രാജ്യം പോകുന്നത്? ഇവിടെ എല്ലാം തന്നെ മനുഷ്യൻ കുടലിൽ മാറ്റി തീയ. അവിടെ കുഴപ്പം, ഇവിടെ കുഴപ്പം, മറ്റുള്ള പ്രശ്നങ്ങൾ, ഇവിടെ ഇങ്ങനെ പല ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉള്ളതാണ് ഈ കളിയുടെ കാര്യത്തിൽ. കളി കാണണപ്പാ, കളി നമുക്ക് എല്ലാവർക്കും കാണുവാനും, കാണുന്ന ആൾക്കാർക്ക് കാണാം, കാണാത്ത ആൾക്കാർക്ക് കാണില്ല. പക്ഷെങ്കിൽ ഇതിങ്ങനെ ഒരു പെണ്ണ് പറഞ്ഞതാണ്, എന്തെന്നാ മെസ്സിയോ എന്ത് മെസ്സി ആയിൻ്റെ മെസ്സിയോ ഗിസിയോ, മെസ്സി ജയിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കടലിൽ തുള്ളിയിട്ട് ചാവുന്നു. ഒരു ചെറിയൊരു പൈതലിനെ എടുത്തിട്ട് ഉക്കത്ത് വെച്ചിട്ടാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ. എവിടെയാ എത്തിയത് നമ്മളെ നാട്? എന്തെന്നാ ഇതിൻ്റെ ഇതെല്ലാം കൊണ്ട് തന്നെയാണ് നമുക്ക് പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വരുന്നത്. കളി കാണണോ, കളി കണ്ടോ, രണ്ടാൾ കളിച്ചു കഴിഞ്ഞാൽ ഒരാൾ ജയിക്കും, ഒരാൾ തോക്കും. അത് സാധാരണയാണ്, അത് സ്വാഭാവിക. എന്ത് സംഗതിയിലും രണ്ടാൾ ജയിക്കൂലോ, ഒരാളെ ജയിക്കൂ. അപ്പം ഇതിനെല്ലാം ഇങ്ങനെ മുട്ട പഠിക്കുക. ചില ആൾക്കാരെ മുട്ട പഠിക്കുന്നു. പെണ്ണുങ്ങൾ പറയുന്നത് എൻ്റെ മൂടി ഇങ്ങനെ ആക്കും. ഞാൻ പെണ്ണുങ്ങളൊന്നും ഞാൻ കാണിക്കുന്നില്ല, കാണിച്ചിട്ട് ഇതാക്കണില്ല. അതുകൊണ്ടാണ് ഞാൻ വോയിസ് വിടുന്നത്. പക്ഷെ നിങ്ങൾ കളി കണ്ടോളി, എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്തോളി. പക്ഷെ ഇങ്ങനത്തെ വെല്ലുവിളിയൊന്നും വേണ്ട കേട്ടോ, അത് മഹാമോശമാണ്. അതായത് നമ്മളെല്ലാം എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കളിയും കൊണ്ടൊന്നും നമ്മൾ പോകില്ല. അവർ കളി കഴിച്ചു കഴിഞ്ഞാൽ കപ്പും കൊണ്ട് അവരങ്ങ് പോകും. ഞമ്മക്കെന്ത് മൈര കിട്ടുന്നത്? ഒരു മൈരും കിട്ടൂല. ഞമ്മക്കൊന്നും ഒരു മൈരും കിട്ടൂല. നമ്മളിതിങ്ങനെ കണ്ടിട്ട് പാട്ടിനി കിടന്നിട്ട് ആക്കിയിട്ടു കളി കാണുവാൻ പോയിട്ട് ഉറക്കം കഴിഞ്ഞിട്ടും കളി കണ്ടിട്ട് എന്തിനാ ഇങ്ങക്കെന്താ അതിൽ കിട്ടുന്നത്? കളി കണ്ടോളുക, പോയിട്ട് കണ്ടോളുക, സന്തോഷിക്കുക. ജയിക്കുന്നവർ ജയിച്ചോട്ടെ, തോക്കുന്നവർ തോറ്റോട്ടെ, ജയിക്കുന്നവർക്ക് കപ്പും കിട്ടിയിട്ട് അവരങ്ങ് പോകും. പക്ഷെ ഇതൊന്നും ഒരു കാരണം ഭയങ്കര വിഷമമായിപ്പോയി. പക്ഷെ ആ പെണ്ണ് പറയുന്നതിനെ ഇല്ലേനും. പക്ഷെ ആ കുഞ്ഞനെ ഒക്കത്ത് വെച്ചിട്ടാണ് പറഞ്ഞത്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമായിരിക്കും സോഷ്യൽ മീഡിയ. ഞാൻ ആ ഫോട്ടോ ഞാൻ വെക്കുന്നില്ല, എൻ്റെ അടുത്തുണ്ട് ഫോട്ടോ, ഞാൻ വെക്കുന്നില്ല. ആ വീഡിയോ എൻ്റെ അടുത്തുണ്ട് കേട്ടോ. ഇതെല്ലാം എന്താ പറയാ, ഏതോ രാജ്യത്തില് നമ്മളെ ജീവിതത്തിൽ നമുക്ക് കാണാതെ ആൾക്കാർ കളിച്ചിട്ട് കപ്പും കൊണ്ട് അവരങ്ങ് പോവാ. അവർക്ക് പൈസയും കിട്ടുക, തോറ്റോൽക്കും പൈസ കിട്ടും, ജയിച്ചോൽക്കും പൈസ കിട്ടും. നിങ്ങൾക്കെല്ലാം എന്ത് മൈര കിട്ടുന്നത്? എന്നിട്ട് ചെറിയൊരു പൈതന്നെ ഒക്കത്ത് വെച്ചിട്ട് പറയാ ഞാൻ എന്തെന്നാ മെസ്സോ എന്തെന്നാ എനിക്കറിഞ്ഞൂടെ. ഞാൻ കളീൻ്റെ ഒന്നും ഞാൻ ആളല്ല, ഞാനൊരു കളി കാണലുമില്ല, എനിക്കൊട്ട് ഇഷ്ടമുള്ള അങ്ങനെയല്ല. അവർ ജയിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കടലിൽ തുള്ളി മരിക്കുമെന്ന്. കടൽ കാണിച്ചിട്ടാണ്, കടലിന്റെ വക്കത്ത് നിന്നിട്ടാണ് ഈ പറയുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ, ദുനിയാവിന്റെ പോക്ക് എങ്ങോട്ടാ പോകുന്നത്, ഈ ലോകം എങ്ങോട്ടാ പോകുന്നതെന്നില്ലേ. ഇതെല്ലാം ഒരു പ്രാവശ്യങ്ങളെല്ലാം കണ്ണിന്ന് വെള്ളം ഒലിക്കും, യാതൊരു അംശവും ഇല്ല. ഇന്നല്ലെങ്കിൽ നാളെ കുറെ പെണ്ണുങ്ങൾ ഇപ്പം പറയുന്നിട്ടെങ്കിൽ ഞാൻ മുട്ട ഇങ്ങനെ പഠിക്കൂ, ഒരുത്തം പറയുന്നിട്ടെങ്കിൽ ഞാൻ ഇങ്ങനെ പഠിച്ചിട്ട് ഇങ്ങനെ പഠിക്കൂ. എന്തിനാണ് ഇതിൻ്റെ ആവശ്യം? എന്താണ് ഇതിൻ്റെ ആവശ്യം? കളി കണ്ടോളൂ, നല്ല സന്തോഷമായിട്ട് കണ്ടോളുക. ജയിക്കുന്നവർ ജയിച്ചോട്ടെ, തോക്കുന്നവർ തോറ്റോട്ടെ. നിങ്ങൾക്കൊരു മൈരും കിട്ടൂലല്ലോ. എന്ത് മൈര നിങ്ങൾക്ക് കിട്ടും? നിങ്ങൾ ആദ്യം നിങ്ങളെ കുടുംബത്തിൽ അടുപ്പ് തീ കത്തിക്കോ എന്തെന്ന് നോക്കടോ. നിങ്ങളെ വീട്ടിലല്ല അടുപ്പ് തീ കത്തിക്കോ എന്തെന്നില്ല നോക്ക്. നാളെ പട്ടിണി എടുക്കാണ്ട് നിനക്ക് എന്തെന്നാ കിട്ടുന്നതെന്ന് വെച്ചാൽ അത് നോക്ക് നിങ്ങൾ ആദ്യം. നിങ്ങൾ മെസ്സിയും അർജന്റീനയും കിർജിൻ്റെയും എന്ത് അർജന്റ എന്ത് കിർജിൻ്റ, നിങ്ങളെ തറവാട്ടൊക്കെ സ്വത്താ അർജന്റീനയും കിർജിൻ്റെയല്ലോ. എന്ത് മയിലുള്ള വർത്തമാനങ്ങളിൽ പറയുന്നത്, ഉടുപ്പില്ലാതെ കുറെ ആണുങ്ങൾ പറയുന്ന ആയിക്കോട്ടെ. പക്ഷെ ഈ ചെറ്റ പെണ്ണുങ്ങൾ പറയുന്ന കാര്യത്തിലാണ് വലിയ വിഷമം, വലിയ വേദന ഉണ്ട് കേട്ടോ. ഉളുപ്പും മാനവും ഇല്ലാതെ ജാതികൾ പേർക്ക് നായിൻ്റെ മോൻ്റെ മക്കള് കളി കാണുന്നു. ആദ്യം കുടുംബത്തിനെ നോക്ക് നായിൻ്റെ മക്കളെ, എന്നിട്ട് നിങ്ങൾ അർജന്റീനയോ കൊർജന്റീനയോ കുണ്ണേൻ്റെ മറ്റേതും നോക്ക്, എന്നിട്ട് പറ മയില് വട്ട വർത്താനം പറയുന്നത്. കേൾക്കുമ്പോൾ പ്ലാന്താ പിടിക്കുന്നത്. ഇതൊന്നും നമ്മൾ കാണുന്നതല്ല. നമുക്കൊന്നും ഇതൊന്നും എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു കളി ഞാൻ കാണാത്ത ഒരു വ്യക്തിയാണ്. എനിക്കതിനെ പറ്റി ഒരു ചുക്കും അറിഞ്ഞും കൂടാ. അതിൽ നിങ്ങൾ കളി കാണുന്നതല്ലോ, നിങ്ങൾക്കെല്ലാം ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുണ്ട്. ഓക്കെ, അത് ഉറക്കൊഴിഞ്ഞിട്ടും ഭക്ഷണം കഴിക്കാണ്ടും പിന്നെ എന്താ പറയുക ജോലിക്ക് പോകാണ്ട് വരെ കാണുന്ന ആൾക്കാരുണ്ട്. കണ്ടോളി, അത് പ്രശ്നമുള്ള. പക്ഷെ നിങ്ങൾ ഈ വലിയ ഡയലോഗിൻ്റെ ഉള്ളിൽ പറയണ്ട കേട്ടോ. പേർക്ക് നായിൻ്റെ മക്കളെ. ആദ്യം നിങ്ങളെ കുടുംബത്തിനെ നോക്കണോ, നിങ്ങളെ കുടുംബത്തിനെ നോക്ക്. നാളെ പട്ടിണി കിടക്കാതെ നിങ്ങൾക്ക് എന്തെങ്കിലും വയ്യുണ്ടോ നോക്ക്. എന്നിട്ട് അർജന്റീന കൊർജന്റീനയെല്ലാം നോക്ക്. പേർക്ക് നായി കൂസങ്ങൾ.